ഗൈസ്, ഇപ്പൊ സമയം ഏകദേശം ഒരു 4:15 അപ്പൊ നമ്മള് കോഴിക്കോട് ക്യാമ്പിൽ നിന്ന് ആൾക്കാർ കൂടുതലുണ്ട്. ഓരോരുത്തരുടെ പേര് നമ്മുടെ സാർ. അപ്പൊ നമുക്ക് ഇനി പോകുമ്പോ ഗൈസ്, അപ്പൊ നമ്മള് കാലിക്കറ്റ് ക്യാമ്പിലേക്ക് കാറില് പോവാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതിന്റെ ക്യാമ്പാണ്. അപ്പൊ മേഘനത് എത്ര കാലായി സമയം ബോക്സ്? എന്താ ചെയ്യണ? എന്താ പഠിക്കുന്നത്? നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ക്ഷീണം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ പോണേ. അതെ, അതെ. അപ്പൊ നമ്മള് പെട്രോൾ അടിക്കാൻ വന്നു. അല്ല, 25 ലിറ്റർ. നമ്മൾ 25 ലിറ്ററാണ് പെട്രോൾ അടിക്കണേ. അപ്പോഴാണ് നമുക്ക് കൂടിച്ചുള്ളൂ. ക്ഷീണത്തിലാണ് എല്ലാവരും. ഉറങ്ങായിരുന്നാണ്, പക്ഷെ ഉറക്കം ശരിയായില്ല. കണ്ടോണ്ടിരിക്കേ കഴിഞ്ഞില്ലേ? ഇല്ല. അപ്പൊ ഗായ്സ്, നമ്മള് പോവുകയാണ് ഗായ്സ്. അതാണ്, അത് ഞാൻ കടമെടുത്ത് പറഞ്ഞതാ. അപ്പൊ നമ്മുടെ ഡ്രൈവർ മാറി, സാറിപ്പോ ഉറങ്ങാൻ പോവാണ്. അമ്മലോട് ഉറങ്ങാൻ വേണ്ടി ഉറങ്ങിയിട്ടില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ലല്ലേ? അപ്പോ നമ്മളിപ്പോ എവിടെ എത്തി? നമ്മള് ഇവിടെ കുറ്റിപ്പുറം കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ഈ റോഡ് പുതിയ റോഡായെന്ന് പറഞ്ഞ സ്ഥലമൊന്നും കണ്ടാ മനസ്സിലാവൂല. കുറ്റിപ്പുറം കണ്ട് കയറി. അടിപൊളിയല്ലേ ആകാശം? അത് പ്രത്യേക രൂപാന്തരപ്പെട്ടു വന്ന സാധനങ്ങളല്ലേ? സൈറസ് എന്ന് പറയും. സൈറസ് അല്ലേ? ഇമ്പസ്. ഈ മേഘത്തിന് അല്ലേ? അതെന്താ അങ്ങനെ? 4 തരം മേഘങ്ങളുണ്ട്. നേരത്തെ വെള്ളയായിരുന്നു. നമ്മള് ലൊക്കേഷൻ എത്തിയിട്ട് നമ്മളിപ്പോ ഇനി ഇവിടെ നിന്ന് കടക്കണം. അപ്പുറത്തെ വഴി വിട്ട് അടുത്ത് വരാം.
അതുകൊണ്ടാണ് നമ്മള് ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്തത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളും കാറിലും ബസ്സിലും പോകുമ്പോ ഫോണൊന്നും കാണരുത്. ഇങ്ങനെ ഛർദിക്കുക, വായിക്കാൻ പാടില്ല, ഫോൺ നോക്കാൻ പാടില്ല അല്ലേ? അതെ, അതാണ് യാത്ര ട്രാവലിങ്ങിലൊന്നും ഇതാക്കാൻ പാടില്ലെന്നാണ്. നമ്മുടെ ചെറുക്കൻ കൺട്രോൾ ചെയ്ത അവസാനം വരെ. അതാണ് പിടിച്ച് വേറെ വല്ല ചെറിയ കുട്ടിയുടെ കപ്പ ഛർദി കഴിഞ്ഞ അല്ല, ഈ ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു കുറച്ചൊന്നുമില്ല. ഇനി നമ്മള് നമ്മുടെ ക്ലാസ്സിൽ ഒരു 500 മീറ്റർ, 500 അല്ലേ, 500 ഇല്ല, ഒരു 10-200 മീറ്റർ. 200 മീറ്റർ. സമയം ഇപ്പൊ ഏകദേശം 7 മണി ആവാറായി. 6:55, 7 ആയില്ല. കോഴിക്കോട് തിരക്ക് വേണ്ട. ഗായ്സ്, നമ്മള് കോഴിക്കോട് എത്തി. ഗായ്സ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ പോണത്. കുറച്ച് പേര് നടക്കാണ്ട്. പിള്ളേരെ വെള്ളം അവിടെ വെച്ചില്ലേ? എല്ലാവരും തൃശ്ശൂർ പൂരത്തിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കണു. ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിന്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ ക്യാമ്പുകൾ പോണു. നമ്മുടെ ആൾക്കാർ കൂടുതൽ ക്യാമ്പ്സ് എടുക്കാൻ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ക്യാമ്പ് എടുക്കാൻ. ചെറുതായി പതുക്കെ നിന്നിട്ട് സ്ലോ ആണെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് എവിടെയാണ് നമ്മള് സാധനങ്ങളൊക്കെ എടുത്തു. 2 എണ്ണം മുന്നേ പോയി. കുറച്ച് കസാരകളൊക്കെ ഒതുക്കിയിട്ട്, ഇവിടുത്തെ കസാര ഒന്നും സെറ്റല്ലേ, ഇവര് കാശ് കൊടുക്കേണ്ട എല്ലാം ചെയ്യേണ്ടത്. പക്ഷെ ഇവര് നന്നാക്കാൻ നമുക്ക് മനസ്സിലാവില്ലേ. ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് നമ്മളാണ് വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് നമുക്ക് തന്നെ എന്നിട്ട് ആട്ടും തുപ്പും കിട്ടും. ഇതൊക്കെ അവസ്ഥ ഗായ്സ്. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻസൊക്കെ കറക്റ്റായിട്ട് ചെയ്യാണ്. എന്നിട്ട് അമ്പലും പ്രജിത്ത് സിമ്പലും ഇറങ്ങിയിട്ട് മേഘനാഥൻ ഹെൽപ്പ് ചെയ്യടാ, പോയിട്ട് ഹെൽപ്പ് ചെയ്യടാ. അവർ വരുമ്പോഴേക്ക് നമ്മളെല്ലാം സിമ്പിൾസൊക്കെ വരച്ച് സെറ്റ് ചെയ്തിരിക്കും. നമുക്കിനി ആൾക്കാർ വരുമ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഏത് സമയം 10 മണി ആയതിൻ്റെ നമ്മുടെ ക്യാമ്പ് ഇപ്പോൾ ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്ട്. ഇന്ന് ഫസ്റ്റ് ബാച്ചിൽ നമുക്കൊരു 9 പേരുണ്ട്. സെക്കൻഡ് ബാച്ചിലത്തെ 2 പേര് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ മലപ്പുറം ക്യാമ്പ്സിലും വേറെ ക്യാമ്പിലും ജോയിൻ ചെയ്യാനുണ്ട്. അവർ
നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ക്ലാസ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പം നിർത്താം, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ഉദ്ദേശിക്കണം. കണ്ടിന്യൂ ചെയ്യല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഗൈസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ്സ് സീനിയേഴ്സിനും ജൂനിയേഴ്സിനും എടുത്ത കാരണം ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയി, എന്നിട്ടാണ് നമ്മുടെ മാസ്റ്റർ ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുട്ടേജ് കിട്ടാൻ പറ്റിയില്ല. അപ്പോൾ അത് ഏകദേശം 2:15 സമയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് റിവൈൻഡ് ചെയ്യാണ്. എന്നിട്ട് നമുക്കിനി ജൂനിയേഴ്സിനാണെങ്കിൽ ഒരു സെക്ഷന്, സീനിയേഴ്സിന് 2 സെക്ഷൻ കൂടി ഉണ്ട്. എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ നടക്കുമ്പോൾ കാണാം. കംഫർട്ടബിൾ ആണ്. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണം. ഗേൾസിന് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. ഓക്കെയാണ്. പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു 6 ദിവസം കൊണ്ട് 6 ക്യാമ്പ് കൊണ്ടൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കഴിയുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിവിടെ വന്നപ്പോൾ നല്ല ടെക്നിക്കൊക്കെ മാറ്റമുണ്ട്. 6 ക്ലാസ്സുകളുടെ ഒരു മാറ്റം വരുന്നൊരു വിശ്വാസമുണ്ട്. ഞാൻ ക്യാമ്പിന് ആദ്യം വരുമ്പോൾ വളരെ ആങ്സൈറ്റിയോട് കൂടിയിട്ടാണ് വന്നത്. സംഭവം എന്തായിരിക്കും എന്ന് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടാണ് വന്നത്. വന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് വളരെ ഡെപ്തുള്ളൊരു സംഭവമാണ്. അത് എല്ലാവരും ഇത് പരിശീലിപ്പിക്കപ്പെടേണ്ട ആളുകളാണെന്നും പരിശീലിക്കേണ്ട ആളുകളാണെന്നും ബോധ്യപ്പെട്ടു. കോൺഫിഡൻസ് ലെവല് ഒക്കെ വളരെയേറെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇനി തുടർന്നും ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ കോഴിക്കോട് ക്യാമ്പ് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു ക്യാമ്പ്. അപ്പൊ നമുക്ക് ഇനി തിരിച്ചു പോകാം. നമുക്കിനി അടുത്ത മാസം വീണ്ടും ഈ സ്ഥലത്ത് വെച്ച് തന്നെ കാണാം. കൂടാതെ നമ്മള് കഴിഞ്ഞ മാസം കൂടെ വന്നിട്ട് പോയ വഴിയാ മച്ചന്മാരെ നമ്മൾ കുടുങ്ങി. എങ്ങനെ ഇവിടെ വന്ന് കയറി? എവിടേക്കോ പോയി, എവിടേക്കോ എത്തിയപ്പോ എവിടേക്കോ പോവാ നമ്മള്. ഇതെങ്ങനെ ഇവിടെ എത്തിന്ന് ആലോചിക്കുക. കഴിഞ്ഞ മാസം ഇവിടെ പോയി വന്ന വഴിയാണ്. അപ്പൊ ആ വഴിയൊന്ന് എവിടെ നിന്ന് തിരിഞ്ഞെന്ന് ഒരു ഐഡിയ കിട്ടുന്നെന്ന്. നമ്മള് നേരെയാണ് വന്നേട്ടാ. വളാഞ്ചേരി നമ്മൾ റൈറ്റ് തിരിഞ്ഞ് ഹൈവേ കയറി വീണ്ടും നേരെ പിടിച്ചു. അവിടുന്ന് ഇവിടെ എത്തിയപ്പോ ഇപ്പൊ ചാവക്കാടെത്തി. കുന്നങ്ങളെ പോലെ നമ്മള് ചാവക്കാടെത്തി. കോഴിക്കോടും മലപ്പുറം എപ്പോഴും പണി തരുന്ന സാധനങ്ങളാ. ഇപ്പൊ മനസ്സിലായി ഞങ്ങള് ഷാബാദ്. ഞാൻ ആലോചിക്കുന്നത് അങ്ങോട്ട് പോയ റൈറ്റ് തിരി അവിടെയാണ് പെട്ടത്. നമ്മളെ അതായത് കുറ്റിപ്പുറത്ത് കാരണം നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ കുറ്റിപ്പുറം റോഡ് ബ്ലോക്ക് അല്ലായിരുന്ന. അപ്പൊ നമ്മളെ പറഞ്ഞേക്ക നമ്മളെ അപ്പുറത്തൂടെ അങ്ങനെ വിട്ട് അപ്പൊ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് 2 കാർ ഇങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോയില്ലേ. ആ പണി നടക്കുന്നത് അതിന് ലെഫ്റ്റിലോട്ട് പോണത് ആണ് ഈ റോഡ്. നമ്മൾ റൈറ്റ് തിരിഞ്ഞ് യൂട്ടേൺ എടുത്ത് വരണമായിരുന്നു. യൂട്ടേൺ എടുത്ത് പാലത്തിന്റെ അടിയിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരണമായിരുന്നു. മനസ്സിലായി? അവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ ഈ റൂട്ട് കയറി. അതിലാണ് നമ്മൾ ഹൈവേ മാറിപ്പോയത്. ഞാൻ കാരണം കുറ്റിപ്പുറം കണ്ട്. കുറ്റിപ്പുറം എനിക്കറിയാം. ഇതിന്റെ അപ്പുറത്ത് കുറ്റിപ്പുറ.
പക്ഷെ നമുക്ക് പറ്റിയത് നമ്മൾ അവിടെ നിന്ന് ആ വള കൊടുക്കണേന്ന് അല്ല അവിടെ ബ്ലോക്ക് കയറി പോയില്ല അതല്ലേ കാർ റൈറ്റ് കയറി പോയില്ല കുറെ വണ്ടികള് കുറെ വണ്ടി ലെഫ്റ്റും കുറെ നടുക്ക് കുറെ നീ പറഞ്ഞു ഇങ്ങനെ വഴി പറഞ്ഞു വിട്ടാ എങ്ങനെ ശരിയാവുന്നു ഇത് എത്ര നേരം പറഞ്ഞുകൂടെ ചോദിച്ചില്ലേ അവിടെ റൈറ്റ് തിരിയണമായിരുന്നു നമ്മള് കാരണം യൂട്ടേൺ എടുക്കെന്ന് പറഞ്ഞില്ലേ യൂട്ടേൺ എടുത്ത് താഴെ കൂടെ വരണമായിരുന്നു. ഞാൻ വിചാരിച്ചു യൂട്ടേൺ എടുത്ത് വണ്ടിയിൽ അങ്ങോട്ട് പോകണമായിരുന്നു. നമുക്കത് അത് അത് നീ അത് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞോണ്ടാണ് അവിടെയാണ് പണി കിട്ടിയത്. കാരണം പക്ഷേ ശരിക്കും അതാ നേരെയാണ് പോകേണ്ടത്. അവിടെ റോഡ് പണി നടന്നപ്പോഴത്തേക്ക് തെറ്റിപ്പോയതാ. അല്ലാതെ നമുക്ക് അതാണ് ഈ അറിയണ വഴി. കണ്ടതാ ഇതാണ് ചാവക്കാട്. കേട്ടാ നോക്ക നീ രാവിലെ പറഞ്ഞില്ലേ ചാവക്കാട് കാണണമെന്ന്. നിന്നെ കാണിച്ചിട്ട് നീ വീട്ടിൽ കൊണ്ടാക്കോളൂ. പറ കുട്ടികൾ ആഗ്രഹം പറയും പ്രതീക്ഷട്ടാ. നീ ചാവക്കാട് കണ്ടിട്ടുണ്ടാടാ? ഇതാണ് ചാവക്കട. ഇങ്ങാട്ട് നോക്കണ ഇതാണ് ചാവക്കട. ഇതാണ് ചാവക്കട. ചാവക്കട ഉണ്ടാ രാവിലെ ചേട്ടന് ചാവക്കാട് കാണണം കണ്ടിട്ടുണ്ടോ? ഞാനും പറഞ്ഞു കുറെ നാളായി കണ്ടിട്ട്. എന്നാ പിന്നെ നീയൊക്കെ ചാവക്കാട് കണ്ടിച്ച് പോയാൽ കാറൊക്കെ തീരുമാനിച്ചു. നീയൊക്കെ കണ്ട അതാണ് ചാവക്കാട് കേട്ടോ. അത് എല്ലാം നോക്കിക്കോ. എന്റെ അമ്മേ ഒന്നും പറയണ്ട. അപ്പൊ നമ്മള് എവിടേക്കൊക്കെയോ പോയി, ചാവക്കാട് എത്തി, എങ്ങോട്ടോ പോയി, എന്തോ കണ്ടു. അവസാനം തമാശകളായി കരച്ചിരുന്നായില്ല. വിഷമങ്ങളും സമാധാനങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് കോഴിക്കോട് ക്യാമ്പ് അവസാനിച്ചു. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്കിനി അടുത്ത ക്യാമ്പിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.